നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ചിയാർ ട്രൈബൽ LP സ്കൂളിന്റെയും അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിന്റെയും ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പരിശോധന നടത്തി. ഭൂമി സ്കൂളുകൾക്ക് തിരികെ നൽകുവാൻ വേണ്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സബ് കളക്ടർ. പരിശോധന നടത്തിയത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ചക്കക്കൊമ്പന് പിന്നാലെ പൂപ്പാറ ടൗണിലിറങ്ങി മുറിവാലൻ കൊമ്പൻ. ഏറെ നേരം മേഖലയിലെ തേലക്കാട്ടിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് മാറി. ഏലപ്പാറ കോഴിക്കാനം 2ാം ഡിവിഷനിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്കൂൾ വാഹനം തുരുമ്പെടുത്ത് നശിക്കുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തി വാഹനം നിരത്തിലിറക്കുന്നതിന് വേണ്ട സംവിധാനം ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകൾ. കാഞ്ചിയാർ ട്രൈബൽ LP സ്കൂളിന്റെ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ സ്ഥലത്ത് പരിശോധന നടത്തി. സ്കൂളിന് പിൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കൈവശം 10 സെന്റ് ഭൂമിയുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തി. ഭൂമി സ്കൂളിന് തിരികെ നൽകുവാൻ വേണ്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. 1956 സ്കൂളിനായി 50 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി നൽകിയതായിട്ടാണ് രേഖകൾ പറയുന്നത്. 50 സെന്റ് ഉണ്ടായിരുന്ന ഭൂമിയിൽ 15 സെന്റ് സ്ഥലം ഇപ്പോൾ കുറവാണ്. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയതോടെയാണ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരാതിയിൽ പറഞ്ഞ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് സ്കൂളിന് തിരിച്ചു നൽകുന്നതിനുള്ള തുടർ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. ട്രൈബൽ LP സ്കൂൾ കാഞ്ചിയാറിലെ സ്കൂളിൻ്റെ ഭൂമി കൈയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ് ഇവിടെ നടന്നത്. അതിൽ പണ്ട് കാലത്ത് സ്കൂളിന് വേണ്ടി നൽകിയിട്ടുള്ള 50 സെൻറ്റിൽ നിലവിൽ സ്കൂളിന് 30 സെൻറ്റോളം ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറി എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനം സ്കൂൾ മാനേജ്മെൻറ്റിന് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സർവേയുടെ സാന്നിധ്യത്തിൽ താലൂക്ക് അതുപോലെ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. പരിശോധന നടത്തിയതിൽ ഏകദേശം 10 സെൻറ്റോളം ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് തുടർ പ്രവൃത്തികൾ ഉണ്ടായിരിക്കും. തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികളെ കൂടി കേട്ടുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഭൂമിയും മറ്റ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ച് സ്കൂളിലേക്ക് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടി സ്വീകരിക്കുന്നത്. 2016 ട്രൈബൽ LP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഭൂമി അളന്നിരുന്നു. അളവിൽ 50 സെന്റ് ഭൂമിയാണ് സ്കൂളിന് ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ ഇതിൽ 15 സെന്റ് കുറവുണ്ടായി. ഇതേ തുടർന്ന് സ്കൂൾ അധികൃതരും PTA-യും നിരവധി പരാതികളുമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. എന്തായാലും കഴിഞ്ഞ കുറേ കാലത്തെ PTA-യുടെ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് സബ് കളക്ടർ ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മുടെ ഭൂമി അളന്ന് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഏറെക്കുറെ 12 സെന്റാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത്. ആ ഭൂമി അളന്ന് തിരിച്ച് സ്കൂളിൻ്റേതായിട്ട് ഇപ്പോൾ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന് ഭൂമി നൽകിയ ഉടമകളുടെ വാദം കേൾക്കുകയും സർവേ വിഭാഗം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു. താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടായിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ സന്ദർശനം നടത്തി. സ്കൂൾ PTA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടർ സന്ദർശനം നടത്തിയത്. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിനോട് ചേർന്ന ഭാഗത്ത് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഏറെ നാളായി നിലനിൽക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്കൂളിന്റെ കളിസ്ഥലത്തിനു വേണ്ടി സ്ഥലം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് PTA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഇതോടൊപ്പം സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി ആവശ്യമായ രേഖകൾ പരിശോധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭൂമി തിരികെ പിടിക്കുന്നതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ഗവൺമെൻറ് LP സ്കൂൾ അയ്യപ്പൻകോവിലിൻ്റെ ഒരു സ്കൂളിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റ പരിശോധനകളാണ് ഇവിടെ നടന്നത്. താലൂക്ക് അതുപോലെ തന്നെ സർവേ ടീം, വില്ലേജ് ഓഫീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭൂമി സ്കൂളിന് അവകാശപ്പെട്ടതാണെന്ന് മുൻപ് ഒരു ഉത്തരവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടും ഒരു ഉത്തരവ് അവൈലബിൾ ആണ്.
അപ്പോൾ ഇത് തമ്മിലുള്ളൊരു തർക്കമാണ് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ചിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ രണ്ട് ഉത്തരവുകളുടെയും ആധികാരികത പരിശോധിച്ചുകൊണ്ട് ഇതൊരു കയ്യേറ്റമാണ്, റവന്യൂ ഭൂമിയിലുള്ളൊരു കയ്യേറ്റമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് ഈ രണ്ട് ഉത്തരവുകളുടെയും ബാക്ക് ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നിവിടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സ്ഥല പരിശോധനയും സർവേയാണ് നടത്തിയത്. അപ്പോൾ തുടർന്ന് ഈ ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. റവന്യൂ വകുപ്പ്, അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. ചക്കക്കൊമ്പന് പിന്നാലെ പൂപ്പാറ ടൗണിലിറങ്ങി മുറിവാലൻ കൊമ്പൻ. രാവിലെ 7 മണിയോടുകൂടിയാണ് കാട്ടാന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പൂപ്പാറ ടൗണിന് സമീപം എത്തിയത്. ഏറെ നേരം മേഖലയിലെ തേലക്കാട്ടിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് നീങ്ങി. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ടൗണിന് സമീപം എത്തി ഭീതി പടർത്തിയിരുന്നു. ഇതിനുശേഷമാണ് മുറിവാലനും മേഖലയിൽ എത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചു കടന്ന കൊമ്പൻ ടൗണിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു. നാട്ടുകാർ കൂകി വിളിച്ചതിനെ തുടർന്ന് ആന പിന്തിരിഞ്ഞു. പിന്നീട് തോട്ടത്തിൽ ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന മാറിയത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ടാങ്ക് കുടിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷം കാട്ടാനക്കൂട്ടം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെ ആക്രമണവും നടത്തിയിരുന്നു. മേഖലയിൽ RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് കാട്ടാനകൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഏലപ്പാറ കോഴിക്കാനം 2ാം ഡിവിഷനിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് പുലിയെ പിടികൂടുന്നതിനു വേണ്ടി കൂട് സ്ഥാപിച്ചു. പീരുമേട് MLA വാഴൂർ സോമന്റെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത്. ഹെലിബറിയ പുതുവൽ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മുറിഞ്ഞപുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുലിയെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചു. പിന്നീടുള്ള ദിവസം പുലി വീണ്ടും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെയാണ് പുലിയെ പിടികൂടുന്നതിനു വേണ്ടി വനംവകുപ്പ് കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പീരുമേട് MLA വാഴൂർ സോമന്റെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോഴിക്കാനം 2ാം ഡിവിഷൻ ഭാഗത്ത് കൂട് സ്ഥാപിക്കുകയായിരുന്നു. കൂട്ടിനുള്ളിൽ പുലി അകപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പും നാട്ടുകാരും. കാഞ്ചാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി. റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് പഞ്ചായത്ത് നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത്. നോട്ടീസ് നൽകിയതിനെ തുടർന്ന് വ്യാപാരികൾ കടയൊഴിഞ്ഞു നൽകുകയും ഭാഗികമായി പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നത്. റോഡ് കയ്യേറി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു ഇവ. തുടർന്ന് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷ് ഓടയും ഫുട്പാത്തും നിർമ്മിക്കുന്നതിന് കെട്ടിടങ്ങൾ തടസ്സമായി വന്നു. റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിലും വ്യാപാരികൾ തയ്യാറായിരുന്നില്ല. ഇതോടെ വിവിധ പ്രതിഷേധങ്ങളും ഉയർന്നു. എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അവസാനഘട്ട നോട്ടീസും നൽകിയതോടെ വ്യാപാരികൾ കോടതിയെ സമീപിക്കുകയും പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിവിധ ചർച്ചകൾ നടന്നതോടെ വ്യാപാരികൾ കടകൾ ഒഴിഞ്ഞു നൽകാൻ തയ്യാറാക്കുകയായിരുന്നു. ഇവരിൽ പലരും കെട്ടിടങ്ങൾ ഭാഗികമായി പൊളിക്കുകയും ചെയ്തു. തുടർന്നാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിന്റെയും സേവ് പള്ളിക്കവല എന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവർ നിരുപാധികം അവിടുന്ന് അവരുടെ സ്ഥാപനങ്ങളെല്ലാം പൊളിച്ചു മാറ്റുകയുണ്ടായി. ഇന്നത്തെ കോടതി വിധിയുടെ അനുസരിച്ച് അതെല്ലാം നമ്മൾ ഇന്ന് റോഡിൽ നിന്ന് മാറ്റി അവിടെ പള്ളിക്കവലയ്ക്ക് നമ്മുടെ അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിന് ഹൈവേ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്ന തീരുമാനം അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുൻപ് കെട്ടിടങ്ങൾ തടസ്സമായി നിന്നിരുന്നതോടെ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കേണ്ടിയിരുന്ന ഐറിഷ് ഓടയുടെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി പൊളിച്ചു നീക്കിയതോടെ ഇവിടെ ഫുട്പാത്ത് അടക്കം നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത് കുടിയേറ്റ ഗ്രാമമായ കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് പുതിയ മുഖച്ഛായയും സമ്മാനിക്കും. അയ്യപ്പൻകോവിൽ മാട്ടുകട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്കൂൾ വാഹനം തുരുമ്പെടുത്ത് നശിക്കുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തി വാഹനം നിരത്തിലിറക്കുന്നതിന് വേണ്ട സംവിധാനം ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.
അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിൽ 2012-13 സാമ്പത്തിക വർഷത്തിൽ മുൻ MLA ES ബിജിമോളുടെ SDF സ്കീം ഫണ്ട് ഉപയോഗിച്ച് 6 ലക്ഷത്തോളം രൂപ മുടക്കി വാങ്ങിയ വാഹനമാണ് സ്കൂൾ മുറ്റത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നത്. 4 വർഷത്തോളം വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി വാഹനം ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്ന സാഹചര്യത്തിൽ വാഹനം താൽക്കാലികമായി സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും ഇതിനാവശ്യമായ അപേക്ഷകൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെ വാഹനം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പീരുമേട് MLA ES ബിജിമോള് 2012-2013 കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി അനുവദിച്ചൊരു വണ്ടിയാണ്. വണ്ടി കുറേ കാലം കിടന്ന് ഓടുകയും അതിനുശേഷം ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാടികൾ നടത്തുവാനായിട്ട് PTA-ക്കോ സ്കൂളിനോ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്ത് അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ ഈ വണ്ടി ഇവിടെ കടന്നു പോവുകയുണ്ടായി. എങ്ങനെയെങ്കിലും ഇത്രയും നല്ലൊരു വണ്ടിയാണ്, ഇത് നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും രീതിയിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് അതെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. വാഹനത്തിന്റെ സീറ്റുകൾക്കും ടയറുകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത് താൽക്കാലികമായി ഏർപ്പെടുത്തിയ വാഹനത്തിലാണ്. വാഹനം സർവീസ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ശാന്തൻപാറ പള്ളിക്കുന്നിൽ മരത്തിൽ നിന്ന് വീണ മധ്യവയസ്കൻ മരിച്ചു. പള്ളിക്കുന്ന് കവിതാഭവനിൽ ദുരൈയാണ് മരിച്ചത്. കർഷക തൊഴിലാളിയായ ദുരൈ പള്ളിക്കുന്നിന് സമീപമുള്ള ഏലത്തോട്ടത്തിൽ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മരത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ദുരൈ തൽക്ഷണം മരിച്ചു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ശനിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാഞ്ചാറിൽ ഏലത്തട്ട മോഷ്ടിച്ചയാൾ പിടിയിൽ. മുരിക്കാട്ടുകുടി കരപ്പാറയിൽ ജെയിംസ് ആണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ച കോഴിമല മുരിക്കാട്ടുകുടിയിൽ ലാലിച്ചൻ എന്നയാൾ പാട്ടത്തിന് കൊടുത്തിരുന്ന തോട്ടത്തിൽ നിന്നുമാണ് തട്ടയും ശരവും മോഷണം പോയത്. തോട്ടമുടമ സ്ഥലത്തെത്തിയപ്പോൾ കണ്ടാലറിയാവുന്ന 3 പേർ വെട്ടിയെടുത്ത തട്ടയും ശരവുമായി ഓടുന്നത് കണ്ടു. തുടർന്ന് തോട്ടമുടമ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന KSBC ഔട്ട്ലെറ്റിൽ വിജിലൻസ് ഇടുക്കി യൂണിറ്റിൽ നിന്നും നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. പരിശോധനാ സമയം അന്നത്തെ കളക്ഷൻ തുകയിൽ 14,640 രൂപയുടെ കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാലയിലാണ് ഗുരുതരമായ വീഴ്ചകൾ വിജിലൻസ് കണ്ടെത്തിയത്. പരിശോധനാ സമയം അന്നത്തെ കളക്ഷൻ തുകയിൽ 14,640 രൂപയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഷോപ്പ് ഇൻചാർജ് ആബ്സെന്റ് ആണെന്നും കണ്ടെത്തി. ഡെയിലി വേജിൽ ജോലി നോക്കുന്ന സ്വീപ്പറിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് 8,060 രൂപ കൃഷ്ണചൈതന്യ എന്ന ഐഡിയിൽ നിന്നും നൽകിയിരിക്കുന്നതായും തുടർന്ന് അന്ന് തന്നെ പണം ഇയാൾ ബിവറേജ് കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഔട്ട്ലെറ്റിൽ നിന്ന് അളവിൽ കൂടുതൽ മദ്യം 31-ാം തീയതി ഒരാൾ വാങ്ങിയതായും കണ്ടെത്തി. 10,000, 10,150 എന്നിങ്ങനെ തുകകൾ ഗൂഗിൾ പേ വഴി അടച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് തുകകൾ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയ സമയത്തെ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചതിൽ കേസ് കണക്കിന് ബിയർ ഔട്ട്ലെറ്റിന്റെ ഗോഡൌണിൽ നിന്നും ആളുകൾ കൊണ്ടുപോകുന്നതായും കണ്ടെത്തി. പല ബ്രാൻഡുകളിലുള്ള മദ്യത്തിന്റെയും ബിയറുകളുടെയും സ്റ്റോക്കിൽ വ്യാപകമായ വ്യത്യാസവുമുണ്ട്. നിരവധിയായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടർ പരിശോധനകൾ നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷൻ അംഗമായി UDF-ലെ ഡോളി സുനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുന്നംഗം ജോസ്ന ജിൻഡോ ജോലിക്കായി വിദേശത്തേക്ക് പോയതിനെ തുടർന്നാണ് തോപ്രാംകുടി ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ 30-ന് നടന്ന തോപ്രാംകുടി ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF-ലെ ഡോളി സുനിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികത്വങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് പുതിയ അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡിവിഷനിലെ ജനങ്ങളുടെയും നാടിന്റെയും സമഗ്ര വികസനത്തിന് തന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡോളി സുനിൽ പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എന്റെ കഴിവിന്റെ പരമാവധി, എന്റെ അധികാര പരിധിക്കുള്ളിൽ എനിക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്കൊപ്പം എന്നും അവരുടെ നന്മയ്ക്കൊപ്പം പോരാടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പറായി വന്നിരിക്കുന്നത് എന്നൊരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എനിക്ക്
ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ, മറ്റംഗങ്ങളായ അഡ്വക്കേറ്റ് എബി തോമസ്, ബിനോയ് വർക്കി, ആൻസി തോമസ്, UDF നേതാക്കളായ AP ഉസ്മാൻ, ജോയി കൊച്ചുകരോട്ട, CP സലീം, അഭിലാഷ് ജോസഫ്, ബിജു വടക്കേക്കര, ടോമി തൈലമ്മനാൽ, ബിനു ജോസഫ്, മിനി സാബു എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് മത്സരിക്കാൻ അവസരം നൽകി ഒപ്പം നിന്ന് പ്രവർത്തിച്ച് വിജയിപ്പിക്കുന്ന മുന്നണിയെയും വോട്ട് ചെയ്ത ജനങ്ങളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഒരു പാഠമാകുമെന്ന് KPCC അംഗം AP ഉസ്മാൻ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് പുതുതായി ചുമതലയേറ്റ ഡോളി സുനിലിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നഗ്നമായ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്ന പഞ്ചായത്താണ് ഇടുക്കി എന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നേ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് കടന്നുപോയ ആൾ അയോഗ്യയാക്കപ്പെട്ട സാഹചര്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് ഏറെ ഗൗരവപൂർവമായ കാര്യമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം രാജ്യത്താകമാനം മാതൃകയായിട്ടുള്ള സ്ഥാപനമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏറെ പ്രശംസയും അംഗീകാരപത്രവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ 3 വർഷത്തിലധികമായി നിർജീവമായി യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടത്താതെ, പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താതെ ഈ സ്ഥാപനത്തിന് കീഴിലുള്ള ആതുര സേവന കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടപ്പെട്ട സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഡോളി സുനിലിൻ്റെ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ജനപ്രതിനിധികളുടെ മുന്നിൽ ഒരു വലിയ ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശക്തമായ ഭരണസമിതി എന്ന നിലയിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതി അംഗങ്ങൾ കൂട്ടായി തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും ഏതെങ്കിലും ബാനറിൽ, ഏതെങ്കിലും മുന്നണിയുടെ ലേബലിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധിയായി കഴിയുമ്പോൾ ആ മുന്നണിയെയും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളെയും ഏറെ അപമാനിച്ചുകൊണ്ടും അവരെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടും എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം ഇനിയും ആരും എടുക്കാതിരിക്കാൻ കൂടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ചേലച്ചൂട് ഡിവിഷൻ ഒരു കാരണമായി മാറട്ടെ എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അയ്യപ്പൻകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വാവുബലിയോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടാവും. 4-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. അന്നേ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റു കർമ്മങ്ങളും നടക്കും. ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടക വാവുബലി ഈ മാസം 4-ാം തീയതി ഞായറാഴ്ച വെളുപ്പിന് 5:30 മുതൽ ആരംഭിക്കുന്നതാണ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് വാവ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ ആണ് വാവുബലി തർപ്പണം നടക്കുന്നത്. അന്ന് വിശേഷാൽ പൂജകളും ബലി തർപ്പണത്തിനായി എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയുടെ മുഖ്യ കർമ്മത്തിലായിരിക്കും ബലിതർപ്പണങ്ങൾ നടക്കുക. ഈ ബലിതർപ്പണത്തിനായി എല്ലാ ഭക്തജനങ്ങളെയും ഹരിതീർത്ഥപുരം മഹാക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇത്തവണത്തെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച വെളുപ്പിന് 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി തർപ്പണം ശനിയാഴ്ച രാവിലെ 4 മണി മുതൽ ആരംഭിക്കും. കർക്കിടക വാവു ദിനത്തിൽ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിലൂടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ചരിത്രാതീത കാലം മുതൽ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു വരുന്നുണ്ട്. പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷാവർഷങ്ങളിൽ ബലിതർപ്പണത്തിനായി വൻ ജനാവലിയാണ് എത്തുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ പിതൃനമസ്കാരം, ഹോമം തുടങ്ങിയ പൂജകൾക്ക് ശേഷം പെരിയാർ നദിക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഭക്തർ പിതൃകർമ്മങ്ങൾ നടത്തിയ ശേഷം ബലിതർപ്പണം നടത്തും. പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവരുടെ സംരക്ഷണവും ഉണ്ടാകും. ബലിതർപ്പണത്തിനായുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യ വിഭാഗം എന്നിവർ വിലയിരുത്തി. വയനാടിന് സഹായഹസ്തവുമായി 3 യുവാക്കൾ. ദുരന്തഭൂമിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ആവശ്യ വസ്തുക്കളുമായാണ് കട്ടപ്പനയിൽ നിന്ന് ഇവർ പുറപ്പെട്ടത്.
വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സുമനസ്സുകളിൽ നിന്നുമായി വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം, സാനിറ്ററി നാപ്കിൻസ് തുടങ്ങിയവയാണ് ഇവർ ശേഖരിച്ചത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പന സ്വദേശികളും യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുമായ സുതീഷ്, അഖിൽ, ജിജു എന്നിവരാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വയനാട്ടിൽ ഉണ്ടായ ദുരന്തം ശരിക്കും അവിടെ ഉണ്ടായ മനുഷ്യജീവനുകൾ എത്ര പൊലിഞ്ഞു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കാണ്. മാത്രമല്ല അവിടെ അവശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ടായ ദുരന്തം, അവരുടെ ജീവിതത്തിലുണ്ടായ വേദന, അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ ഇതൊന്നും നമുക്ക് നികത്താൻ സാധിക്കുന്നതല്ല. അത്തരമൊരു സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ജനതയ്ക്ക് കൈത്താങ്ങാകുക എന്നുള്ളത് ഏറ്റവും വലിയ മാനുഷികമായ ഒരവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ള യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയെ തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിരവധി സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ വലിയ സഹായങ്ങളൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. തങ്ങളാലാകുന്ന രീതിയിലുള്ളൊരു സഹായം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമം സ്വയം ഏറ്റെടുക്കുകയാണ് യുവമോർച്ചയുടെ മണ്ഡലം കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഭാരവാഹികളായ സിജോ എവറസ്റ്റ്, S സൂര്യലാൽ, PN പ്രസാദ് എന്നിവരും പങ്കെടുത്തു. കട്ടപ്പനയുടെ ആദ്യകാല അനൗൺസർ വെത്തോംപറമ്പിൽ OV രാജു ഓർമ്മയായി. സംസ്കാരം വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ നടന്നു. 40 വർഷത്തോളമായി ഹൈറേഞ്ച് മേഖലകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിനുടമയാണ് വിടവാങ്ങിയത്. വാക്കുകൾ സ്പഷ്ടമായും വ്യക്തമായും സ്ഫുടതയോടെയും അവതരിപ്പിക്കുന്ന വെള്ളയാങ്കുടി സുവർണഗിരി വെത്തോംപറമ്പിൽ OV രാജു എന്ന കട്ടപ്പനക്കാരുടെ രാജു ചേട്ടൻ ഏവർക്കും പ്രിയങ്കരനായിരുന്നു. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ സൈഡ് സീറ്റിൽ മൈക്കും പിടിച്ച് അറിയിപ്പുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നുപോകുന്ന അദ്ദേഹം നഗരത്തിലെ പതിവ് കാഴ്ചകളിലൊന്നായിരുന്നു. പരിചയമുഖങ്ങൾ കാണുമ്പോൾ ചെറുപുഞ്ചിരി നൽകി കടന്നുപോകും. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ, സർക്കാർ അറിയിപ്പുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളുടെയും പൊതുപരിപാടികളുടെയും അറിയിപ്പുകൾ, ചരമ അറിയിപ്പുകൾ തുടങ്ങിയവയെല്ലാം നഗരത്തിൽ മുഴങ്ങിയിരുന്നത് അനൗൺസർ രാജുവിന്റെ ശബ്ദത്തിലായിരുന്നു. കോവിഡ് കാലത്തും സജീവ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. കട്ടപ്പന നഗരത്തിലെ സ്ഥിരം സാന്നിധ്യവും ഏവർക്കും സുപരിചിതനുമായ ആളാണ് വിടവാങ്ങിയത്. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം 3 മണിക്ക് വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ നടന്നു. നൂറുകണക്കിന് ആളുകൾ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പാതയിലേക്ക് ഉറവകൾ ശക്തമായി ഒഴുകുന്നതും ഓടകളുടെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് പ്രതിസന്ധിക്ക് കാരണം. അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ 2 വട്ടം ആലോചിക്കണം. 3 ദിവസമായി കട്ടപ്പനയിൽ മഴ കുറവാണെങ്കിലും വെള്ളയാങ്കുടി റോഡിൽ വെള്ളക്കെട്ടിന് കുറവില്ല. കല്ലുകുന്ന് മേഖലയുടെ താഴ്ഭാഗത്തുകൂടി കടന്നുപോകുന്ന പാതയ്ക്ക് സമീപം ശക്തമായ ഉറവയാണ് ഉള്ളത്. ഈ വെള്ളമെല്ലാം റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലെ വെള്ളം ഇരുവശങ്ങളിലേക്കും തെറിക്കുന്നുണ്ട്. ഇത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. റൂട്ടിൽ പോകണമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ്. കാരണം മഴ മാറിയിട്ടും റോഡില്ലാത്തത് കാരണം റോഡിൽ മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ മേത്തോട്ട് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേല് മുഴുവൻ നനഞ്ഞ് കുളമാവുകയാണ്. ഇതിന് ഓടയില്ലാത്തതാണ് മെയിനായിട്ടുള്ള കാരണം. അധികൃതർ എത്രയും വേഗം ഇതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാൽനട യാത്രക്കാർക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കാത്ത വിധമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വിവിധ ഓഫീസുകളിലേക്കും മറ്റും പോകേണ്ട ആളുകളും വിദ്യാർത്ഥികളും കടന്നു പോകുമ്പോൾ ഇവരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണ്. കൂടാതെ വെള്ളക്കെട്ടിൽ ചാടാതെ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തുടർച്ചയായി ഉറവവെള്ളം ഒഴുകുന്നത് മൂലം റോഡിന്റെ തകർച്ചയ്ക്കും ഇത് കാരണമാകുന്നു. BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ ഇതോടെ നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാതയിൽ ഓട നിർമ്മിച്ചിരുന്നുവെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഓടകളെല്ലാം അടഞ്ഞതോടെ റോഡിൽ കൂടിയാണ് ഉറവവെള്ളത്തിനൊപ്പം മഴവെള്ളവും ഒഴുകുന്നത്. നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ദേശീയപാത അതോറിറ്റി പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വയനാടിനു വേണ്ടി നാടൊരുമിക്കുമ്പോൾ ഇടുക്കിയിലെ ഒരു സ്വകാര്യ ബസ് ഉടമ തന്റെ 8 ബസ്സുകളുടെ 3 ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി മാറ്റിവെക്കുന്നത്. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന
ASK ട്രാൻസ്പോർട്ടിന്റെ മാനേജ്മെന്റും തൊഴിലാളികളുമാണ് ദുരിതബാധിതർക്കായി സഹായഹസ്തം നൽകുന്നത്. കേരളത്തെ ഞെട്ടിച്ച ദുരന്ത മേഖലകളിൽ സഹായം എത്തിച്ച് മുൻപും മാതൃകയായവരാണ് തൊടുപുഴ കേന്ദ്രമായി സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പ്. തൊടുപുഴയിൽ നിന്ന് പെരിങ്ങാശ്ശേരി, അമയപ്ര, ചെപ്പുകുളം മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പിന്റെ 8 ബസ്സുകളുടെ 3 ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി നൽകുന്നത്. ദിവസേന 8 ബസ്സുകളിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപയാണ് ഇന്ധനം ഉൾപ്പെടെയുള്ള ചെലവ് കഴിച്ച് ലഭിച്ചിരുന്നത്. ബസ് ജീവനക്കാർ തങ്ങളുടെ വേതനം ഉപേക്ഷിച്ച് യാത്രക്കാരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നു. നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മൾ അന്നും ഇന്നും സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു 10-30 പണിക്കാരുണ്ട്. ആ 10-30 പണിക്കാരും കൂടെ കൂടിയാണ് നമ്മൾ ഈ 3 ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഈ 30 പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ബസ് ജീവനക്കാർ കൊണ്ടുവരുന്ന ബക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം. ഭക്ഷണ ആവശ്യത്തിനുള്ള പണം പോലും ഇതിൽ നിന്ന് എടുക്കരുതെന്ന് ബസ് ഉടമകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നൽകാതെ ബക്കറ്റുമായി ജീവനക്കാർ യാത്രക്കാർക്കരികിലെത്തുമ്പോൾ യാത്രക്കാരും തങ്ങളാൽ കഴിയും വിധം ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നുണ്ട്. ധനസമാഹരണത്തിന് പുറമെ ദുരിത മേഖലകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ സമാഹരിക്കുന്നുണ്ട്. പ്രളയം കണ്ട് TV കൂടെ കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പം മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ടായി. അപ്പം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒരു തീരുമാനമെടുത്തു. മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരെ സഹായിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം പോലും വേണ്ടാന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് 7 വാഹനമാണ് ഇപ്പോൾ ഓടുന്നത്. തൊടുപുഴ സ്റ്റാൻഡിൽ നിന്ന് പെരിങ്ങാശ്ശേരി, തട്ടക്കുഴ, അമയപ്പുറം റൂട്ടുകളിൽ ഓടുന്ന 7 വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ലഭിക്കുന്ന തുകയും മറ്റു സാധനങ്ങളും ദുരിതബാധിത മേഖലയിലെത്തിച്ച ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുവാനാണ് തീരുമാനം. 2018 പ്രളയകാലത്തും ധനസഹായം എത്തിച്ചതിന് പുറമെ വീടുകൾ വൃത്തിയാക്കാൻ വാഹനങ്ങളും ജീവനക്കാരെയും ASK ഗ്രൂപ്പ് വിട്ടു നൽകി. കവളപ്പാറയിലും പത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിലും ദുരിതബാധിത മേഖലയിൽ ഇവർ സഹായം എത്തിച്ചിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 64, വിൽപ്പനയ്ക്ക് വന്നത് 15,426, വിൽപ്പന നടന്നത് 15,426. കൂടിയ വില 3,108, ശരാശരി വില 2,341. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 70, റബ്ബർ 203. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,480 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ചിയാർ ട്രൈബൽ LP സ്കൂളിന്റെയും അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിന്റെയും ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ പരിശോധന നടത്തി. ഭൂമി സ്കൂളുകൾക്ക് തിരികെ നൽകുവാൻ വേണ്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സബ് കളക്ടർ. പരിശോധന നടത്തിയത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ചക്കക്കൊമ്പന് പിന്നാലെ പൂപ്പാറ ടൗണിലിറങ്ങി മുറിവാലൻ കൊമ്പൻ. ഏറെ നേരം മേഖലയിലെ തേലക്കാട്ടിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് മാറി. ഏലപ്പാറ കോഴിക്കാനം 2ാം ഡിവിഷനിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു.
കാഞ്ചാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് റോഡ് പുറമ്പോക്കിൽ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങൾ. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്കൂൾ വാഹനം തുരുമ്പെടുത്ത് നശിക്കുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തി വാഹനം നിരത്തിലിറക്കുന്നതിന് വേണ്ട സംവിധാനം ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.